മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. ധാരാളം മൃഗങ്ങളുടെ സാന്നിധ്യമാണ് ഈ വനങ്ങളുടെ പ്രത്യേകത. മുതുമലൈ ടൈഗർ റിസർവ് തമിഴ്നാട്ടിലും ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടകയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. മുതു എന്നാൽ പഴക്കം ചെന്നത് എന്നും മലൈ എന്നാൽ കാട് എന്നുമാണ് തമിഴിൽ അർത്ഥം. മുതുമലൈ എന്നാൽ പഴക്കം ചെന്ന കാട് എന്നാണ് അർത്ഥം. മുതുമലൈ ടൈഗർ റിസർവിൽ ധാരാളമായി കാട്ടികളെയും ആനകളെയും കാണാൻ സാധിക്കുന്നു. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ അങ്ങോട്ട് പോകുന്ന യാത്രയേക്കാൾ ഭയാനകവും രസകരവുമാണ് രാത്രി സമയങ്ങളിൽ തിരിച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മുതുമലൈ ബന്ദിപ്പൂർ വഴി മൈസൂർ യാത്ര നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏകദേശം 2 മണിക്കൂർ ഈ കാട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. മുതുമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞാൽ പിന്നീട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആരംഭിക്കുകയായി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇന്ത്യയിൽ 2ാം സ്ഥാനത്തും. കരടിയും കടുവയും ധാരാളം ഉള്ളതുകൊണ്ട് ബൈക്ക് യാത്രികൾ ശ്രദ്ധിച്ചു വേണം യാത്രകൾ നടത്താൻ. പുലിയെയോ കടുവയെയോ കണ്ട് പേടിച്ചു നിൽക്കുന്ന മാനുകളെ കുറച്ചു നേരം നിരീക്ഷിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞാൽ പിന്നീട് എത്തുന്നത് നേരെ ഗുണ്ടൽപേട്ട് ടൗണിലേക്കാണ്. ഇവിടെയാണ് സൂര്യകാന്തി ചെടികൾക്ക് പ്രസിദ്ധം. നേരെ ചൊവ്വേ ക്യാമറ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഞങ്ങൾ സൂര്യകാന്തി അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ടുമൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്ത് യാത്ര തിരിച്ചു. ഇനി മൈസൂർ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററാണ് മൈസൂരിലേക്കുള്ള യാത്രാ ദൂരം. ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം കാടായതുകൊണ്ട് ഞങ്ങൾ യാത്ര കാട്ടിലേക്ക് തന്നെ തിരിച്ചു. പേടിപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ രാത്രികാല യാത്രയിൽ കാണാൻ സാധിക്കും. രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്ര അത്ര സേഫ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാത്രികാലങ്ങളിൽ കാട്ടികളൊക്കെ നമുക്ക് വല്ലാത്ത മനോഹരമായ കാഴ്ചകൾ ഒരുക്കാറുണ്ട്. ഈ കാട്ടിലൂടെയുള്ള യാത്രാ പ്രവേശന സമയം രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. രാത്രി 9 മണിക്ക് ശേഷവും KSRTC ബസ്സുകൾക്ക് ഈ പാതയിലൂടെ യാത്രാ അനുമതിയുണ്ട്.